രവി സാർ വരുന്നുണ്ട്. ഹായ്. ഹായ്. ഹലോ. ഹായ്. ഹായ്. വെൽക്കം ചേട്ടായി. താങ്ക് യു. രവി സാറിന് ഈ പുതിയ ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. എന്താ സുകന്യ, എല്ലാവർക്കും ഒരേപോലത്തെ കമന്റ് ആണല്ലോ പറയുന്നത്. ബ്രദറിലോ വന്നപ്പോ എന്റെ ഭംഗി കുറഞ്ഞു പോയോ? ഏയ് ഇല്ല മാഡം, മാഡത്തിന്റെ ഭംഗിയെ തോൽപ്പിക്കാൻ ഇവിടെ ആർക്കും പറ്റില്ലല്ലോ. ആ അതാണ്. സുകന്യക്ക് കാര്യം അറിയാം. അമ്മ, സുകന്യക്ക് ഈ മാസം ഒരു ദിവസത്തെ ലീവ് അധികം കൊടുത്തേക്കണം വിത്ത് സാലറി. രഘു, തമാശ മതി. ബ്രദറിലോ, ഷീസ് റൈറ്റ്. യു ആർ ലുക്കിംഗ് ഗ്രേറ്റ് ടുഡേ. ഓ താങ്ക് യു അനിതിക്കുട്ടി. ഓ അതൊന്നും പറയണ്ട. ഇപ്പൊ നിന്റെ കൂടെ നിന്റെ ജീവിത പങ്കാളി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും ഭംഗി കൂടിയാണ് നിന്നെ കാണാൻ. അമ്മേ ഞാൻ പോട്ടെ. എടാ ശരി ശരി, ഞാൻ ഒന്നും പറയുന്നില്ല. എന്നാ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങ സാർ. ഉം. ഇന്ന് രഘുവർമ്മൻ സാറിന്റെയും രേഖ മാമിന്റെയും വെഡിങ് ആനിവേഴ്സറി അല്പം ഡിഫറെന്റ് ആയി സെലിബ്രേറ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. എന്താ? സിമ്പിൾ ആണ് സാർ. ഇവരുടെ എൻഗേജ്മെന്റ് ഡേ ഇന്നിവിടെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാണ്. വൗ, ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. എന്റെ ദേവി, എന്റെ മോളെ കാത്തോളണേ. Take this, sir. Ma'am. കട്ട് ചെയ്യട്ടെ. അല്ലെങ്കിൽ ഈ മാല ഞാൻ ആർക്കാണോ കൊടുക്കുന്നത് അവളായിരിക്കും ഈ കുടുംബത്തിലെ മൂത്ത മരുമകളായ രവിയുടെ പെണ്ണ്.
എന്താ രവി, നിനക്ക് സമ്മതമല്ല ഞാനീ പറയുന്നത്? ഗുഡ് ന്യൂസ് അമ്മേ. കമോൺ ചേട്ടായി. എല്ലാരും എന്താ മിണ്ടായിരിക്കുന്നേ? ചേട്ടായി കല്യാണം കഴിക്കാൻ പോകുന്നു. ലെറ്റ്സ് സെലിബ്രേറ്റ് ഇറ്റ്. ഏയ് നോ പ്ലീസ്. അമ്മേ, ഇന്നത്തെ ഫംഗ്ഷൻ രഘുവിനും അനിയത്തിക്കുട്ടിക്കും ഉള്ളതാണ്. ഇന്ന് എന്റെ വിവാഹത്തെ കുറിച്ചുള്ള സംസാരം വേണ്ട പ്ലീസ്. അതൊക്കെ ഇനിയൊരു ദിവസം സംസാരിക്കാം നമുക്ക്. ദാറ്റ്സ് കറക്റ്റ്. ബ്രദറിൻലോ പറഞ്ഞതാ ശരി. ഇന്നത്തെ ദിവസം രഘുവിന്റെയും എന്റെയുമാ. ബൈ ദ ബൈ, എനിക്കെന്തോ സർപ്രൈസ് ഉണ്ടെന്ന് കേട്ടു. ബ്രദറിൻലോ ഒന്നും തന്നില്ലല്ലോ. സർപ്രൈസ്? യാ ബ്രദറിൻലോ, സാന്ദ്ര വാക്ക് പറഞ്ഞതാണല്ലോ. ബ്രദറിൻലോ എനിക്കെന്തോ സർപ്രൈസ് തരുമെന്ന്. സർ, അത് സർ വരാൻ ലേറ്റ് ആയപ്പോ. അതോ, ആക്ച്വലി ഞാൻ എന്ത് സർപ്രൈസ് തരണമെന്ന് കുറെ ആലോചിച്ചതാ. പക്ഷേ വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടിയില്ല എനിക്ക്. പിന്നീട് ആലോചിച്ചപ്പോ നിങ്ങൾക്ക് ഇനി ഞാൻ എന്ത് പ്രത്യേകിച്ച് ഗിഫ്റ്റും സർപ്രൈസ് നൽകാനാ? ഈ കാണുന്നതെല്ലാം രഘുവിനുള്ളതല്ലേ? ഏയ്, അത് കൊള്ളാം. ഉഴപ്പി പറഞ്ഞ് ബ്രദറിൻലോ ഞങ്ങളെ കളിപ്പിക്കുക അല്ലേ? ഗിഫ്റ്റ് വാങ്ങി തരാതെ ഇങ്ങനെ ജനറലായി പറഞ്ഞൊഴിയാൻ സമ്മതിക്കില്ല ഞാൻ. നമുക്ക് ഗിഫ്റ്റ് തന്നേ പറ്റൂ. ഏയ് രേഖ, നീ എന്തിനാ ചേട്ടായി വെറുതെ? യു കീപ് ക്വൈറ്റ്. അതുമല്ല, അമ്മ ഇപ്പോ ബ്രദറിൻലോയുടെ മാരേജ് പോലും അനൗൺസ് ചെയ്തത് കേട്ടല്ലോ. ഈ ഒരു സന്തോഷത്തിലെങ്കിലും നമുക്കൊരു ഗിഫ്റ്റ് തന്നില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഫെയർ ബ്രദറിൻലോ. ഞാൻ സാന്ദ്ര പറഞ്ഞത് പ്രകാരം ബ്രദറിൻലോയെ വിശ്വസിച്ചു. ആ വിശ്വാസമാ ബ്രദറിൻലോ നശിപ്പിക്കുന്നത്. ഏയ്, ഒരിക്കലുമല്ല. വിശ്വാസം തകർക്കുന്ന ഒന്നും ചെയ്യില്ല ഈ രവിവർമ്മൻ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ അനിയത്തിക്കുട്ടി, എന്ത് ഗിഫ്റ്റ് തരണമെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു ഡിസിഷനിലെത്താനാകുന്നില്ല. ഇനി അനിയത്തിക്കുട്ടി തന്നെ പറയും എന്താ ഗിഫ്റ്റ് ആയിട്ട് വേണ്ടത്. ടെൽ മീ നൗ. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ഗിഫ്റ്റ് ചോദിച്ചാലും തരുവോ ബ്രദറിൻലോ? എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. രവിചന്ദ്രവർമ്മന് കഴിയാത്തതായിട്ട് എന്താ ഉള്ളത്? ഇതും വളരെ ഈസിയാ ബ്രദറിൻലോയ്ക്ക്. ചോദിക്കട്ടെ ഞാൻ? ചോദിച്ചോളൂ, തന്നിരിക്കും. ശരി, എങ്കിൽ എനിക്ക് ബ്രദറിൻലോയുടെ സീക്രട്ട് റൂമിന്റെ കീ ആണ് ഗിഫ്റ്റ് ആയിട്ട് വേണ്ടത്. ഹലോ മാഡം, സെക്യൂരിറ്റിയാണ്. ഇവിടെ ഫംഗ്ഷന് പങ്കെടുക്കാൻ ഒരാൾ വന്ന് നിൽക്കുന്നു. രവിവർമ്മ സാർ വിളിച്ചിട്ട് വന്നതെന്നാ പറയുന്നത്. ഇവിടെ ഒരു ഫംഗ്ഷന് നടക്കുന്നില്ലെന്ന് പറയും. ഓക്കെ മാഡം. ശല്യം. വാസ്തവം പറഞ്ഞാലേ ഞങ്ങൾ ഇവിടെ വന്നത് മോൾ അറിഞ്ഞിട്ടേ ഇല്ല. ബോധം തെളിഞ്ഞപ്പോ അവൾ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നിട്ട് സാറിന് ഫോൺ വിളിക്കാന്നാ ഞങ്ങൾ കരുതിയത്. അപ്പോഴേക്ക് ഇങ്ങോട്ട് വിളിച്ചു. എവിടേക്കാ നീ പോന്നേ? മരിക്കാനാണോ? മരിക്കണോ നിനക്ക്? മരിക്കണോന്ന്? അല്ല, നീ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? അപകടമല്ലേ അത്? നിന്നെ അവൻ കൊല്ലും. പൊയ്ക്കോ,
പെട്ടെന്ന് പൊയ്ക്കോ, നിന്നെ അവർ കൊല്ലും. വേഗം പൊയ്ക്കോ, പൊയ്ക്കോ. നിങ്ങൾ കള്ളുവോ പറയുന്ന? സത്യത്തെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ടാ നിങ്ങൾ മരണത്തെ ഭയക്കുന്നത്. നിങ്ങൾ കള്ളം വിശ്വസിക്കുന്നു, നിങ്ങൾ കള്ളമാണ് വിശ്വസിക്കുന്നത്. അതാണ് ഭയം, അതാണ് മരണം. മനസ്സിലായി, മനസ്സിലായി എനിക്ക്. നമ്മൾ രണ്ടുപേരും ഒരേ പാതയിലാണ് സഞ്ചരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് കള്ളമാണെങ്കിൽ നീ വിശ്വസിക്കുന്നു അത് തന്നെ. അപ്പോ നീ ഞാനും ഒരുപോലെ, രണ്ടുപേരും ഒരുപോലെ, നീ ഞാനും ഒരുപോലെ, ഭ്രാന്തനും ഭ്രാന്തിയും. അവനെത്തി, എന്റെ ശത്രു. എന്റെ ശത്രു വന്നു. ശത്രു ഇവനാ സൂത്രധാരൻ. ഇവനാണ് എല്ലാത്തിന്റെയും സൂത്രധാരൻ. എല്ലാം ഒരു ദിവസം പുറത്തു വരും. ഇവനാ സൂത്രധാരൻ, എന്റെ ശത്രു. പോകാൻ വിടില്ല നിന്നെ ഞാൻ, വിടില്ല, വിടില്ല. പോകാൻ പറഞ്ഞില്ലേ? പോകാൻ. ഈ വീട്ടിൽ നിനക്കും ബ്രദർ ലോയ്ക്കും ഒരേ അവകാശമുണ്ട്. അതുകൊണ്ട് നീ ഒരു നിമിഷമെങ്കിലും നിനക്ക് വേണ്ടി എനിക്ക് സംസാരിച്ചേ പറ്റൂ. സോ അല്പനേരം ഒന്നും മിണ്ടാതിരിക്കണം. അതാണ് നിനക്ക് ഈ ദിവസം എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. അല്ല, ബ്രദർ ലോ ഇതുവരെ പ്രതികരണമൊന്നും നടത്തിയില്ലല്ലോ. എന്താ മറുപടിയൊന്നും ഇല്ലേ പറയാൻ? മറുപടി ഇല്ലല്ലേ? ശരി, പറ്റില്ലെങ്കിൽ വേണ്ട ബ്രദർ ലോ, മറന്നേക്കെ. കാരണം ഈ വീട്ടിൽ രഘു വെറും ഒരു സെക്കൻഡ് ഓപ്ഷൻ മാത്രമാണെന്ന് എനിക്കറിയാം. വൈഫൈ കിട്ടിയില്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഡേറ്റ ഉപയോഗിക്കില്ലേ, അതുപോലൊരു സെക്കൻഡ് ഓപ്ഷൻ. ബ്രദർ ലോയ്ക്ക് മൂഡ് ശരിയല്ലെങ്കിൽ, അല്ലെങ്കിൽ തീരെ സമയമില്ലെങ്കിൽ, കുറച്ചു സമയം കസേര പിടിച്ചിരുത്താനുള്ള ഒരു ടെമ്പററി ബോസ്. രഘു, ലുക്ക്, you are just like a robot in this house. Hi, hello, I'm Rekhu Chandravarman. Good morning. How are you? അങ്ങനെ പോ. ഇനി അതല്ലെങ്കിൽ you are just like a kid. രഘു പാവ ഒരു വിഡ്ഢി, യൂസ്ലെസ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മൂലയിൽ എടുത്ത് വെച്ചേക്കാം. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അനിതകുട്ടി, പ്ലീസ്, ദയവിത് ഇങ്ങനൊന്നും സംസാരിക്കരുത്. അനിയത്തിക്കുട്ടിയും രഘുവും നമ്മളെല്ലാവരും സന്തോഷമായിട്ടിരിക്കേണ്ട ദിവസമാണ്. നമുക്കിടയിൽ ഒരു തെറ്റിദ്ധാരണക്കും വിഷമത്തിനും ഇടവരാൻ പാടില്ല. ഇനി മുതൽ ഓഫീസിൽ എന്റെ സ്ഥാനത്ത് രഘു ഉണ്ടാകണം. അത്രയല്ലുള്ള ആവശ്യം. ചേട്ടായി എന്തായി പറയാൻ പോകുന്നേ? അപ്പോ ഇന്നലെ ഞാൻ ഓഫീസിൽ പോയിരുന്നല്ലേ, അതാണ് ആ ഭ്രാന്തൻ. ഭ്രാന്തനോ? ഏത് ഭ്രാന്തൻ? നീ എന്തായി പറയുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോ ആ ഭ്രാന്തനെ കണ്ടതും സെക്യൂരിറ്റിയോട് രവിസാറിനെ അന്വേഷിച്ചതും സ്വപ്നമായിരുന്നോ? അല്ലല്ലോ, അത് സ്വപ്നമല്ല. ഞാൻ അവരെ ശരിക്കും കണ്ടതാ, ഞാൻ അവരോട് സംസാരിച്ചതാ. അത് സ്വപ്നമല്ല. മോളെ,
നീ എന്താ മിണ്ടാത്തത്? നിനക്കിത് എന്തു പറ്റി? മോളെ ശ്രീലക്ഷ്മി, മോളെന്തോ ദുസ്വപ്നം കണ്ടോ? മോളെന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല അമ്മ. സാരയില്ല, ഇന്നലെ അഷ്ടമിയായിരുന്നില്ലേ, അതുകൊണ്ടാ മോള് ദുസ്വപ്നം കണ്ടത്. ചൂടോടെ ഒരു ചായ കുടിച്ചിട്ട് എഴുന്നേറ്റ് മോഹം കഴുകുക, അതോടെ ശരിയായിക്കോളുമല്ല. ഞാൻ കണ്ടതൊക്കെ സ്വപ്നമായിരുന്നു. ഞാൻ രവി സാറിന്റെ വീട്ടിൽ പോയത് സത്യമല്ലേ? ആ ഭ്രാന്തന എന്നെ തടഞ്ഞതും ഞാൻ തർക്കിച്ചതും വെറും മായാണോ? ഒന്നും മനസ്സിലങ്ങോട്ട് വ്യക്തമാവുന്നില്ലല്ലോ ഈശ്വര. ശ്രീലക്ഷ്മി, മഫ്ലർ ഞാൻ രവി സാറിന് കൊണ്ടേ കൊടുത്തായിരുന്നോ? ഇല്ലല്ലോ. എവിടെ? നോക്കിക്കളെ. പക്ഷെ അത് ഞാൻ എവിടെയല്ല വെച്ചിരുന്നത്. ശ്രീലക്ഷ്മി തലചുറ്റി വീഴുമ്പോ റെക്കോർഡ് റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? മൂർത്തി സാറോ മറ്റോ? അതെ സർ, അവിടെ രാമൂർത്തി സാർ ഉണ്ടായിരുന്നു. ആ മുറിയിലല്ല, പുറത്ത്. സാറ് ശ്രീലക്ഷ്മി അവിടത്തോട് പഴയ ചില ഫയലുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. കുറെ നേരം കഴിഞ്ഞിട്ടും മാഡം പുറത്തു വന്നില്ല. അപ്പൊ നോക്കാൻ ചെന്ന മൂർത്തി സാറാ മാഡം ബോധം കിട്ടി കിടക്കുന്ന കണ്ടത്. താഴെ ഒരു പഴയ രജിസ്റ്റർ വീണ് കിടക്കുന്ന കണ്ടു എന്ന് പറഞ്ഞിരുന്നു. പഴയ രജിസ്റ്ററോ? അതാരും പറഞ്ഞില്ലല്ലോ. അതെ സർ, ഒരു പഴയ രജിസ്റ്റർ ഉണ്ടായിരുന്നു. നജീബ്, ആ രജിസ്റ്റർ എടുത്തോണ്ട് വരൂ, ഞാനൊന്ന് കട്ടെ. ഓക്കെ സർ. നജീബ്. സർ, ഞാൻ ഓഫീസിൽ വന്ന കാര്യം വേറെ ആരോടും പറയണ്ട. രജിസ്റ്റർ നോക്കിയിട്ട് എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം. ശരി സർ.
ഇതിൽ നിന്നൊരു പേജാരോ കയറിയിരിക്കുന്നല്ലോ. നീ ശ്രീലക്ഷ്മി ആയിരിക്കും. ബോധം കെട്ട് ട്രീറ്റ്മെന്റിൽ കിടക്കുമ്പോൾ കയ്യിൽ കയറിയ കടലാസുള്ള കാര്യം ആരും പറഞ്ഞില്ലല്ലോ. അപ്പൊ പിന്നെ ഇത് ചെയ്ത ആരായിരിക്കും? ഇത് രണ്ടും കൂടെ കൂട്ടി വായിച്ചാൽ ഞാൻ കാട് കയറി ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെ നടക്കുന്ന കാര്യങ്ങളൊന്നും മാറ്റാകുന്നില്ലല്ലോ. എന്തൊക്കെയോ അവ്യക്തതകൾ എന്റെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ രാജനന്ദിനിയുടെ പങ്കത്തായിരിക്കും. സാറ് വന്ന എക്സൈറ്റ്മെന്റില് എനിക്ക് വാക്കുകൾ കിട്ടാതിരിക്കാൻ ഞാൻ. അങ്ങനെ പറയാൻ വേണ്ടി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല എനിക്ക്. അല്ല, ഇന്നലെ ശ്രീലക്ഷ്മി ഈ വീട്ടിൽ എത്ര മണിക്കാണ് തിരികെ എത്തിയത്? ഇന്നലെ വൈകിട്ട് കൃത്യമായ സമയം ഓർമ്മയില്ല സർ, പക്ഷെ ലേറ്റ് ആയെന്ന് തോന്നുന്നു. ഓ, ലേറ്റ് ആയോ? അതെന്ത് പറ്റി? അത് ഓഫീസിൽ ഇന്നലെ ജോലി ഇല്ലായിരുന്നോ? ആ മൂർത്തി സാറിന് പഴയ ഫയലുകൾ കണ്ടുപിടിച്ചു കൊടുക്കലായിരുന്നു പ്രധാന പണി. ആ മുറി മുഴുവൻ പൊടിയാ. ഇടയ്ക്ക് തുമ്മി തുമ്മി എനിക്ക് വയ്യാതായത്. അല്ല ശ്രീലക്ഷ്മി, ഞാൻ ഇന്നലെ രാത്രി എന്റെ വീടിന് മുമ്പിൽ വന്നിരുന്നു. സാറിന്റെ വീട്ടിന് മുമ്പിലോ? അയ്യോ സോറി സർ. സാർ ഇന്നലെ റിക്വയർമെന്റ് സാറിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് എന്നെ ക്ഷണിച്ചിരുന്നു അല്ലേ? എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു, വരാൻ പറ്റിയില്ല. ഐ എം റിയലി സോറി സർ, സോറി. അപ്പോ താൻ സത്യമായിട്ടും വന്നില്ലേ അവിടെ? സത്യമായിട്ടും വന്നില്ല സർ. അതിനെനിക്ക് സാറിന്റെ വീട് അറിയില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ വരും അവിടെ? എല്ലാരും എത്തിയില്ല ഇതുവരെ? ഇല്ലേ, എത്തുന്നേ ഉള്ളൂ. ഗവൺമെന്റ് സാറോ? അറിയില്ല. രാവിലെ കൺട്രോൾ റൂമിൽ എന്തൊക്കെയോ മീറ്റിംഗുകൾ നടക്കുന്നുണ്ട്. സാന്ദ്ര മാഡം നജീബിക്ക് ഫയലുകൾ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ട്. ആ, എന്നാ ഇനി പൂരം തന്നെ. സാറ് വന്നിട്ടുണ്ടായിരിക്കും. ഒരു ഫയലും എടുത്ത് എന്തെങ്കിലും പറഞ്ഞ് ക്യാബിനിലേക്ക് വെറുതെ കയറി ചെന്നാലോ? ഷേ, അത് ചിലപ്പോ പ്രശ്നമാവും. സാന്ദ്ര മാഡം അവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? കുറച്ചു കഴിയട്ടെ. നോക്ക് ശ്രീലക്ഷ്മി, ഐ ഹാവ് സംതിങ് വെരി ഇമ്പോർട്ടന്റ് ഫോർ യു. ഇത് വളരെ വളരെ കോൺഫിഡൻഷ്യൽ ആയ ഒരു ഫയലാണ്. ഗ്രീൻ സിറ്റിയുടെ ടെൻഡർ കോട്ട് ചെയ്ത ഫയൽ വിത്ത് ഡീറ്റെയിൽസ്. യാതൊരു കാരണവശാലും ഇതിലെ കണ്ടന്റ് ലീക്ക് ആകാൻ പാടില്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ഫയൽ ആയതുകൊണ്ട് നമുക്ക് വിശ്വാസമുള്ള ഒരാളുടെ കയ്യിൽ വേണം ഇത് ഏൽപ്പിക്കാനെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അത് മറ്റാരുമല്ല, താൻ തന്നെയാ. സർ, ഞാനോ? ഓഫ് കോഴ്സ്, താൻ തന്നെ. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ട്രസ്റ്റ്. ചേട്ടായിക്കും എനിക്കും തന്നെ വിശ്വാസമാണ്. സോ ഇത് വളരെ ഭദ്രമായി താൻ തന്നെ സൂക്ഷിച്ചു വെക്കണം. ഡു യു അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. എന്നെ വിശ്വസിച്ചതിന് വളരെ നന്ദിയുണ്ട്. യു ആർ വെൽക്കം. ഈ പ്രോജക്ടിന്റെ മാസ്റ്റർ ബ്രെയിൻ സാന്ദ്രയാണ്. എന്നാലും
താൻ കൂടി ഇതൊന്നും നോക്കി പഠിച്ചതിന് ശേഷം തന്റെ ഒപ്പീനിയൻ പേഴ്സണലി അറിയിക്കണം ഉടൻ തന്നെ. യെസ് സർ, ചെയ്യാം. എക്സ്ക്യൂസ് മീ സർ. സാറിന് ഞാൻ തയ്യാറാക്കിയ പ്രോജക്റ്റ് ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെന്തിനാ ശ്രീലക്ഷ്മിയോട് ഒപ്പീനിയൻ ചോദിക്കുന്നത്? വി ക്യാൻ പ്രൊസീഡ് വിത്ത് ദിസ്. എന്താ പറ്റില്ലേ? പറ്റും. പക്ഷെ സാന്ദ്ര, ഏത് വിഷയത്തിലും നമ്മൾ ആലോചിക്കാത്ത ഒരു ആംഗിൾ ശ്രീലക്ഷ്മി നോക്കി കാണാറുണ്ട്. ഷി ഹാസ് സച്ച് എ ഗ്രേറ്റ് ഐഡിയാസ്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ലെറ്റ് ഹർ ടെൽ ഹർ ഒപ്പീനിയൻ. അതുകൊണ്ട് ദോഷമൊന്നുമില്ലല്ലോ. ശ്രീലക്ഷ്മി, യു ക്യാൻ ഗോ നൗ. യെസ് സർ, താങ്ക്സ്. ഫയൽ പ്രത്യേകം സൂക്ഷിക്കുന്ന കാര്യം മറക്കണ്ട. യെസ് സർ, അറിയാം. രവി സാർ എവിടെയാണെന്ന് ചോദിച്ചാലോ? എന്താ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല സർ, താങ്ക്സ്. സർ, ഇത് പിന്നെ ഇത് തന്റെ അല്ലേ? സത്യം പറയും. അതെ സർ, ഇത് ഞാൻ തന്നെയതാ സാറിന് തരാൻ വേണ്ടി. ഇത് നഷ്ടപ്പെട്ടു പോയെന്ന് കരുതി ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടതാ. സാറിനത് എവിടുന്ന് കിട്ടി? എവിടുന്ന് കിട്ടിയാലെന്താ, എനിക്ക് വേണ്ടി തുന്നിയത് എന്റെ കയ്യിൽ തന്നെ വന്ന് ചേർന്നല്ലോ. എന്താ, അത് പോരെ തുന്നൽക്കാരിക്ക്? ആക്ച്വലി എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നന്നായിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അത് ശരി, അപ്പൊ വെറും താങ്ക് യു മാത്രമേ ഉള്ളൂ അല്ലേ സർ? എന്ന് വെച്ചാ പിന്നെന്താ വേണ്ടത് എനിക്ക്? മുല്ലപ്പൂ കൊണ്ടുവന്നിട്ട് മനസ്സിലുള്ളത് തുറന്നു പറയാതെ കളിപ്പിക്കുകയാണല്ലേ സർ? ശരി ശരി, നടക്കട്ടെ. ഇനിയും ആ മുല്ലപ്പൂ കൊണ്ടുവന്ന് എന്റെ മുഖത്ത് നോക്കി ഐ ലവ് യു എന്ന് പറയുന്നത് വരെ ഞാനും കളിപ്പിക്കും. നോക്കിക്കോ. ഹലോ, ഒന്നും പറയാതെ താനെന്തിനാ ചിരിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതേ ചോദ്യം ഞാൻ അന്ന് ചോദിച്ചപ്പോ സാർ ദേഷ്യപ്പെട്ടു. ഇപ്പൊ മനസ്സിലായോ? ചില കാര്യങ്ങള് നമ്മൾ കേൾക്കേണ്ട ആളുടെ നാവിൽ നിന്ന് തന്നെ കേട്ടാലേ സമാധാനം ആകുമെന്ന്. ഓ ശരി, ഓക്കെ, ഞാൻ തോറ്റിരിക്കുന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങളുണ്ട്. അപ്പോ ഞാൻ പോവാം. ഓക്കെ, ശരി സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സീ യു സൂൺ. എന്താണ് വർമ്മൻ ഗ്രൂപ്പിന്റെ പുതിയ മുതലാളി ഒളിച്ചു നിന്നുള്ള പരിപാടി? വല്ല രഹസ്യ കാമുകിമാർക്കും മെസ്സേജ് അയക്കുവാണോ? വെറുതെ മഹാപാപം പറയരുത്. ഞാൻ നമ്മുടെ ഒരു പ്രോജക്റ്റിന്റെ പഴയ ആഡ് സെർച്ച് ചെയ്യായിരുന്നു. ഇന്നൊരു മീറ്റിംഗിൽ ഡയറക്ടേഴ്സ് പറഞ്ഞത് അതുപോലൊരു ആഡ് ചെയ്താൽ മാർക്കറ്റിൽ നമുക്കൊരു ഗുമ്മ കിട്ടുന്ന. ആഹാ, സീറ്റിൽ ഇരിക്കും മുമ്പ് തന്നെ രഘു മാർക്കറ്റ് ഒക്കെ സ്റ്റഡി ചെയ്ത് തുടങ്ങിയല്ലേ?